രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും മകൻ പഠിച്ച് ഡോക്ടറായാൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു. അത് വീട്ടിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി. മകന്റെ തുറന്ന രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കാൻ ഉഗ്രശാസനം വന്നു. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രമേശ് രാഷ്ട്രീയം മതിയാക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ നിയന്ത്രണങ്ങൾ പൊട്ടിച്ച്, അതിൻ്റെ വേലിക്കെട്ട് പൊട്ടിച്ച് രമേശ് പുറത്തു ചാടി. അങ്ങനെ വീട്ടിലെ നിയന്ത്രണങ്ങൾ, പിതാവിൻ്റെ നിയന്ത്രണങ്ങൾ പൊട്ടിച്ച് പുറത്തു ചാടിയ രമേശ്, ഈ പുസ്തകത്തിൽ പറയുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അന്ന് ഈ അച്ഛന്റെ നിയന്ത്രണങ്ങൾ ഇത്രയും ഉണ്ടാകുമ്പോഴും അമ്മയാണ് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തതും. വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് കയറാൻ വാതിൽ തുറന്നിട്ട് സഹായിച്ചതല്ല. ആ അമ്മ, ദേവകി അമ്മയെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അമ്മ എന്ന് പറയുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട. അച്ഛനെ പേടിയാണ്, അമ്മയോടാണല്ലോ കൂടുതൽ അടുപ്പം. അപ്പം അമ്മ വാത്സല്യത്തോടെ അച്ഛൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങളൊക്കെ വരുമ്പം നമ്മളെക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു തരികയും നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയും രാവിലെ അച്ഛൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിടുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. തന്നെയല്ല ഒരിക്കൽ തന്നെ വീട്ടിന് വെളിയോട്ട് പോകാതിരിക്കാം. അപ്പോൾ അമ്മ ജനലിലൂടെ എനിക്ക് ഭക്ഷണം ഉരുട്ടി തരുമായിരുന്നു. അതൊക്കെ സ്കൂളിലെ പഴയ ഓർമ്മകളാണ്. അപ്പോൾ അമ്മയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ബാധിക്കുന്നുണ്ട്. നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും അമ്മയുടെ കാല് തൊട്ട് തൊഴുത് അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇത്തവണ അത് ഉണ്ടായില്ല. പക്ഷെ അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോയത്. അത് ഹൃദയപരമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഈ അച്ഛന്റെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ച് പുറത്തു ചാടിയ രമേശ് ചെന്നിത്തല 25-ാമത്തെ വയസ്സിൽ ആണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. 26-ാമത്തെ വയസ്സിൽ 44-45 വർഷത്തോളം ആകുന്നു. ഇപ്പോ 12-ാമത്തെ തെരഞ്ഞെടുപ്പാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് 12-ായതിന്റെ കാര്യം എന്താ അറിയോ? ഒരു ലോക്സഭ 13 മാസമേ ഉള്ളായിരുന്നു. അതെ, ഒരു ലോക്സഭ 13 ദിവസമേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് 2.5 വർഷമുള്ള 96, 98, 99 അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും അധികമായ പ്രത്യേകത താങ്കൾ കാണുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ല, അമ്മ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്നിലുള്ള സ്നേഹം അളക്കാൻ എനിക്കെപ്പോഴും കിട്ടുന്ന ഒരവസരമാണ്. 82 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞ് ഈ പയ്യനെ എന്തിനാ വിടുന്ന, 26, അവന് വട്ട് കളിക്കാനുള്ള പ്രായമുള്ളൂ. ആ ഒരു വാചകം ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വൈറലായി. അന്ന് വൈറലെന്ന് വേണം പറയാം. അന്ന് എവിടെ ചെന്നാലും എനിക്ക് വട്ടുമാല ഇടുക. പിന്നെ അന്ന് നാട്ടിൽ പുന്നയ്ക്കാമ്പലത്തിലെ വട്ട് എടുത്ത ആളുകൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ കഴുത്തിലിടും. കല്ലുവട്ടെല്ലാം കൂടെ തോന്നി എനിക്ക് താങ്ങാൻ വയ്യാതായി. അന്ന് കല്ലുവട്ടുണ്ടല്ലോ, കല്ലുവട്ട് കൊണ്ട് എനിക്ക് താങ്ങാതായി. അപ്പോൾ അതുകൊണ്ട് വട്ട് കളിക്കുന്ന പ്രായത്തിൽ എന്തിനാണ് ഇയാളെ അസംബ്ലി വിടുന്നത് എന്നാണ് ചോദ്യം. പക്ഷെ വട്ടുകൊണ്ടായിരുന്നു എനിക്ക് എല്ലാ മാലയും. അപ്പം അത്രമാത്രം സ്നേഹം അരിപ്പാട്ടെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പം എൻ്റെ അമ്മയില്ലാത്ത സ്ഥാനത്ത് ഞാൻ അരിപ്പാടിനെയാണ് എൻ്റെ അമ്മയായിട്ട് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ടാണ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും അതിനേക്കാൾ കൂടിയ ഉത്തരവാദിത്തമാണോ, അതോ അത്ര ഉത്തരവാദിത്തമില്ല, എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം, എന്താണ് മനസ്സിലുള്ളത്? അല്ല, എനിക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഞാൻ പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. കേരളത്തിലെ കോൺഗ്രസിനെ പ്രചരണപരമായി നയിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം എനിക്കുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായത് കേരളത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തുടർ ഭരണമാണ് ഉണ്ടായത്. ഇപ്പോൾ 10 വർഷമായിട്ട് CPM-ന്റെ ഭരണം ഉണ്ടാകുന്നു. 10 വർഷമായിട്ട് CPM ആണ് ഭരിക്കുന്നത്. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് UDF ഈ പ്രാവശ്യം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പ്രാവശ്യം നമുക്കൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കുക, ഒരു സീറ്റ് ഒഴിച്ചെല്ലാം നമ്മൾ ജയിച്ചു. ചേലക്കര, ആ ചേലക്കരയിൽ പോലും നമ്മൾ 40,000-ന് തൊട്ടടുത്ത് 5,000-നാണ് പിന്നെ നമ്മൾ തോൽക്കുന്നത്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, 20-ൽ 18 സീറ്റും ജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ ജനങ്ങൾ അഭൂതപൂർവമായ പിന്തുണ UDF-ന് നൽകി. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വിജയം UDF-നോട് അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് പ്രചാരവേല 7,000 ഹോർഡിങ്ങുകളാണ് കേരളം മുഴുവൻ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കും. നമ്മുടെ ഈ പണമില്ല, പ്രതിപക്ഷത്താണ് കേരളത്തിലും കേന്ദ്രത്തിലും. ഞങ്ങൾ പണം ഓടിങ്ങി വെക്കാൻ പൈസയില്ല, ഇവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളില്ല.
പരസ്യ ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ആ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവരുകൂടിയാണെന്ന് മനുഷ്യൻ. ഇത്രയും പണം ചെലവഴിക്കാൻ ഈ CPM എവിടുന്ന് പണം കിട്ടി? രക്തസാക്ഷികളുടെ ഫണ്ടാണോ ഇതെല്ലാം? അപ്പം മറുപടി പറയണം ജനങ്ങളോട്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയില്ല. 150 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പരസ്യത്തിന് ചെലവഴിച്ച ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇത്തരത്തിൽ കിഫ്ബി വഴിയുള്ള പ്രചരണ പരിപാടികൾ, മറ്റ് പ്രചരണ പരിപാടി, ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ തവണയും മറിഞ്ഞു. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം മോഡി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഗുണഭോക്താവാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയൻ അമിത്ഷായ്ക്കെതിരെയോ പിന്നെ മോഡിക്കെതിരായോ ഒരു അക്ഷരം പറയാത്തത്. എപ്പോൾ കണ്ടാലും ആറുമുള കണ്ണാടിയും ആമാടപ്പെട്ടിയും കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതിപ്പോൾ ഒരു BJP പ്രധാനമന്ത്രിയെ കാണാൻ നാളെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയാലും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അല്ല, അങ്ങനെ ആയിരിക്കില്ല. ആമാടപ്പെട്ടിയും ആറുമുള കണ്ണാടിയും എല്ലാ ദിവസവും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. വാസ്തവത്തിൽ പരാജിതൻ്റെ കപട ആത്മവിശ്വാസമാണ് പിണറായി വിജയനുള്ളത്. അത് പ്രകടിപ്പിക്കുകയാണ് ആളുകളുടെ മുമ്പിൽ. അപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സുകാരേക്കാൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. കാരണം അവർ ഈ ഭരണം മടുത്തിരിക്കുന്നു. പാർട്ടി ഇല്ലാതായി പോകുന്നവർ ഭയപ്പെടുന്നു. പാർട്ടി തകർച്ചയിലേക്ക് പോകുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് അപജയങ്ങളെ കുറിച്ച് രമേശ് ജി പറഞ്ഞു. ഇപ്പോൾ പക്ഷേ അത് അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ കാലുമാറ്റ രാഷ്ട്രീയക്കാരെ കോൺഗ്രസ് ഒരുപാടായിട്ട് ആശ്രയിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് കോൺഗ്രസിൽ നിന്ന് അവർ അടർത്തിക്കൊണ്ടുപോയി? ഞങ്ങളാരുമല്ലോ പറഞ്ഞു. ഞങ്ങളവരെ ചെറ്റയെന്ന് വിളിച്ചോ? ഞാൻ വർഗവഞ്ചകനെന്ന് വിളിച്ചോ? അവരുടെ പേർത്ത് കരിയോലൊഴിക്കാൻ പോയോ? അവരുടെ ഓഫീസ് കത്തിക്കാൻ പോയോ? ആരെല്ലാം ഇവിടെല്ലാം പോകുന്നു. നമ്മുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ആർക്കും ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അതൊന്നും കാണാതെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ്? PR ഏജൻസികൾ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഈ മനോഭാവം മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പുള്ളിയുടെ പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ BJP-ക്കെതിരെ CPM മുഖ്യമന്ത്രി കാര്യമായിട്ടൊരു നിലപാടെടുക്കുന്നില്ല എന്നുള്ള വിമർശനം പറഞ്ഞു. ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് ആ കാര്യം പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷെ ഇത് ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു വലിയ പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ CPM BJP ഡീൽ എന്ന് പറയുന്നത് വല്ലാണ്ട് അതൊരു വലിയ പ്രശ്നമായി അത് മാത്രം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ മറ്റു ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പുറകോട്ട് പോകും. ഇല്ല, മറ്റു പ്രശ്നങ്ങളിൽ ഒഴിയുന്നില്ല. ഞാൻ തന്നെ എല്ലാ പത്രസമ്മേളനങ്ങളിലും ശബരിമലയെ പോലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുകയാണ്. ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ആ കൊള്ളക്കാരെ മുഴുവൻ അവർ സംരക്ഷിക്കുകയല്ലേ? അവരുടെ മുൻ MLA പത്മകുമാർ, വാസു, നിരവധിയായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കായിരുന്നല്ലേ? അവരെല്ലാം ഇപ്പം തുറന്നു വിട്ടില്ലേ? ജാമ്യം കൊടുത്തു വിട്ടില്ലേ? പിന്നെ ഈ മോഷ്ടിച്ച സ്വർണ്ണം എവിടെ? എന്തുകൊണ്ടാണ് ആരും ഇത് കണ്ടെത്താത്തത്? ആ സ്വർണ്ണം എവിടെ പോയി? അപ്പം ഇത്തരം പിന്നെ തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിലക്കയറ്റം, അതുമാത്രമാണ്. ഈ സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഏതെങ്കിലും വൻകിട വികസന പദ്ധതി കൊണ്ടുവന്നോ? ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ചെയ്തേ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു നിലപാടല്ലേ? കാരണം ജനങ്ങൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രാജീവ്, ഒരു ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? കേരളത്തിലെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 300 കോടി മാത്രമാണ്. എനിക്ക് ചാറുള്ള മഹാരാഷ്ട്രയിൽ എത്രയോ ബില്യൺ ട്രില്യൺ വിദേശ മൂലധന നിക്ഷേപം വരുന്നു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനമല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ? ഇവിടെ സർവീസ് മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റി ഒപ്പിട്ടാൽ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞ ആളായിരുന്നു അച്യുതാനന്ദൻ. ആ സ്മാർട്ട് സിറ്റിയുടെ ചെയർമാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ UDF-ന്റെ കാലത്ത് തുടങ്ങിയ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ഈ സർക്കാർ, പിണറായി സർക്കാർ മുന്നോട്ട് പോയില്ലേ? അല്ല, അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ UDF ഗവൺമെൻറ് കാലത്ത്, അന്ന് ഞാനും ഗവൺമെൻറ്റിലുള്ള കാലമാണ്, അന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് ഒപ്പിട്ടപ്പോൾ ഇവർ ഉന്നയിച്ച ആരോപണം, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്, ഉന്നയിച്ച ആരോപണം എന്താ? 4000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി എന്നാണ്. എന്നിട്ട് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ സാങ്ഷൻ ചെയ്തതിനെതിരായി
രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി. ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് രമേശ് ജി തന്നെ ഇതൊരു വിദേശത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തെളിവുണ്ട് എന്ന് പറഞ്ഞു. ഒരു വിദേശത്തു നിന്നുള്ള ഒരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. പക്ഷേ SITയുടെ മുന്നിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പേര് വിവരം കൊടുക്കാൻ പ്രതിപക്ഷത്തിനോ അതിൽ ഈ കാര്യം വെളിപ്പെടുത്തിയ താങ്കൾക്കോ കഴിഞ്ഞു? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് എന്നെ ഒരു വിദേശ മലയാളി എനിക്കറിയാവുന്ന ആളാണ്. പല ഘട്ടങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വാസ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറെങ്കിലും ഇതൊന്ന് SITയോട് പറയണം, അന്വേഷണം നടത്തും. ഞാൻ ആ കിട്ടിയ വിവരങ്ങൾ ഒരു ഉത്തമ വിശ്വാസത്തോടെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ അത് SITയുടെ മുമ്പിൽ കത്തെഴുതി അറിയിച്ചു. എന്നെ അവർ വിളിച്ചു. ഞാൻ അവരുടെ മുമ്പിൽ പോയി എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ വ്യക്തിയുടെ ഫോൺ നമ്പറും കൊടുത്തു. അദ്ദേഹത്തിന് ഭയമായിരുന്നു പേര് പറയാനോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിത് അന്വേഷിക്കണം. അവർ അന്വേഷണം നടത്തി എന്ത് റിപ്പോർട്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദെയർ ഇൻസ് ദ മാറ്റർ. അപ്പം എനിക്കിപ്പം മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാം. ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുത്തിരുന്നു. അയാളെ വിളിച്ചു വരുത്തിയല്ലോ. അയാളെ വിളിച്ചു വരുത്തി അയാളോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞ പ്രകാരം തമിഴ്നാട്ടിൽ SIT പോയി അവരെല്ലാം കണ്ടു. ഒരു മണി എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ വിളിച്ചു വരുത്തി. ഏറ്റവും അവസാനം ഇത് അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായ ഒരു കാര്യം അല്ലെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല. ഏതായാലും അത് അതിൻ്റെ റിപ്പോർട്ട് കാണാതെ എനിക്ക് പറയാൻ കഴിയില്ല. അതെനിക്ക് ഉത്തരവാദിത്വമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായപ്പോൾ അത് പറയേണ്ട എനിക്കത് പറയാതിരിക്കായിരുന്നു. രാജീവേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി പറയാമായിരുന്നു. എന്നോട് പറയണ്ട, നിങ്ങളുടെ വീട്ടിൽ പോയി പറയാമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ജി സുധാകരന്റെ UDFലേക്ക് ഉള്ള വരവ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള തീരുമാനം, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ അടുത്തും ചോദിച്ചു. ഇപ്പോൾ ആലപ്പുഴയിൽ പ്രവർത്തന മണ്ഡലമായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണോ എങ്ങനെയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായത്? ജി സുധാകരനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് താങ്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ കാര്യത്തിൽ? അല്ല, ഞങ്ങൾ സുധാകരനുമായിട്ട് ഇതിന് ശേഷം, ഇപ്പോഴല്ല, അദ്ദേഹം ഈ നിലപാടെടുത്ത് പുറത്ത് വന്നതിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പിണറായി വിജയൻ പറയുന്ന പോലെ നേരത്തെ ഒരു അജണ്ട തയ്യാറാക്കിയൊന്നുമല്ല. ജി സുധാകരൻ ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരും മാവേലിക്കരക്കാരാണ്. ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും പല പ്രസംഗ മത്സരങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളൊക്കെയുള്ള ആളുകളാണ്. എന്നെ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള ആളാണ്. എന്നെ പരാജയപ്പെടുത്താൻ ഒത്തിരി ശ്രമിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടായിരുന്നു. കാരണം മുടിചൂടാമനായി നിന്നയാൾ അവസാനം നാസറിൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു അവസ്ഥ, അതിത്ര പ്രയാസം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. ഏതായാലും അതിനുശേഷമാണ് അദ്ദേഹം ഈ നിലപാടിലേക്ക് വന്നത്. അതിനുശേഷം സംസാരിച്ചു. ഇപ്പോൾ ഈ നിലപാടെന്ന് പറയുമ്പോൾ ജി സുധാകരൻ്റെയും അതുപോലെ തന്നെ TK ഗോവിന്ദൻ്റെയും, ഇപ്പോൾ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന TK ഗോവിന്ദന് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത്, ഇവർ രണ്ടുപേരും നിലപാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. പാർലമെന്ററി വ്യാമോഹമല്ലേ ഇവരുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട? ഒരിക്കലുമല്ല. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇയാളിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. അല്ല, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആരും പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശ്നം. അത് വേറൊരു വശം. അദ്ദേഹം നടത്തിയ പോരാട്ടം, കുഞ്ഞികൃഷ്ണനും അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൽ വ്യത്യസ്തതയുണ്ട്. ആരും പേര് പറയാത്ത ആളിനെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഗോവിന്ദൻ മാഷെ വീട്ടിൽ സ്വൈര്യതയില്ലാത്തതുകൊണ്ട്, അസ്വസ്ഥതയില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പേര് പറഞ്ഞത്. പക്ഷെ അത് ശരിയാണ്. EMS മുതൽ CH കണാരൻ, അഴീക്കോടൻ രാഘവൻ, എത്ര വലിയ വലിയ ആളുകൾ ഇരുന്ന കസേരയാണ്. അവിടെ ഇരുന്നുകൊണ്ട് സ്വന്തം ഭാര്യയെ അസംബ്ലി സീറ്റിൽ, തൻ്റെ സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നടക്കില്ല. കോൺഗ്രസ്സിലൊക്കെ സീറ്റ് കൊടുക്കുന്നതിനകത്ത് അതൊന്നും ഒരിക്കലും ഞങ്ങൾ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും സംഭവിക്കുക അങ്ങ് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനെതിരെയുള്ള പ്രതിഷേധം ഗോവിന്ദന് മാത്രമല്ല, അവിടുത്തെ എല്ലാ സഖാക്കൾക്കും ഉള്ളതാണ്. അല്ല, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അർഹതയുണ്ടെങ്കിൽ ഭാര്യയ്ക്കും സീറ്റ് കൊടുക്കുക എന്നുള്ളത്, ഞാൻ ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കില്ല. പക്ഷെ അത് അവർക്ക് അർഹതയുണ്ടെങ്കിൽ സീറ്റ് കിട്ടുന്നതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നില്ല. സാജൻ്റെ കൊലപാതകം ഉൾപ്പെടെ അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. അന്ന് മുനിസിപ്പൽ ചെയർമാനായിരുന്നവർ, അവരുടെ പേരിൽ ഒരു നടപടി അന്ന് എടുത്തില്ല. വാസ്തവത്തിൽ അത് അദ്ദേഹം മാറിക്കഴിയുമ്പോൾ എവരെയല്ല സ്ഥാനാർത്ഥിയാക്കേണ്ടത്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നുണ്ടാണ് അങ്ങനെ ഒരു നടപടി എടുത്തത് ഒട്ടും അദ്ദേഹത്തിന് ഗുണകരമല്ല. അദ്ദേഹത്തിൻ്റെ നടത്ത സുഹൃത്താണ്. മീൻസ് ഞങ്ങൾ തമ്മിൽ വേറെ വിരോധമൊന്നുമില്ല. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടിക്ക് ഗുണകരമല്ല.
നിങ്ങൾ പറയുന്നത് ശരി, ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി എന്തുകൊണ്ട് മത്സരിച്ചുകൂടാന്നൊക്കെ ചോദിച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, അത് വേറൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ചേർന്ന നടപടിയല്ല, അതാരും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അംഗീകരിക്കില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ശരിക്കും കോൺഗ്രസ് ഞെട്ടിയില്ല, UDF? ഞങ്ങൾ ഞെട്ടി, സത്യം. കാരണം കേരള ചരിത്രത്തിൽ ഒരിക്കലും ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെറിയ പെരുന്നാൾ, 2 ദിവസം പോയി. ഇനി പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ, 3 ദിവസം അങ്ങനെ പോയി. പിന്നെ എവിടെയാ സമയം? നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ നമ്മൾ നോമിനേഷൻ പേപ്പർ വിളിച്ചു ചോദിച്ചിട്ട് നോമിനേഷൻ പേപ്പർ വന്നിട്ടില്ല, പ്രിൻ്റ് ചെയ്ത് വന്നിട്ടില്ല. ഇത്ര എടുപിടി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അറിയില്ലേ ഇവിടെ ഈസ്റ്റർ ഉണ്ടെന്നും ഇവിടെ പെരുന്നാളുണ്ടെന്നും അദ്ദേഹത്തിന് അറിയില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെല്ലാം പരിഗണിച്ചിട്ടല്ലേ ഇങ്ങനെ? ഒന്നും പരിഗണിച്ചില്ല. അവർ BJPയുടെ മെഗഫോണായിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം കോൺഗ്രസ്സിന് സാധ്യതയുള്ള ആസാമിലും പോണ്ടിച്ചേരിയിലും കേരളത്തിലും ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടത്തിയാൽ ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർക്ക് പലപ്പോഴും വന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക. തമിഴ്നാട് എപ്പോഴാണ്, ബംഗാളിൽ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ്? 23-29. അപ്പോൾ അതൊക്കെ വളരെ ബോധപൂർവം ചെയ്ത പണിയാണ്. ഇപ്പൊ ഈ കേന്ദ്ര നേതാക്കൾക്ക് വരുന്നതിന്റെ മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ UDFന്റെ പുതിയ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാർക്കും ഉള്ളത്. അവരുടെ സിറ്റിംഗ് MLA-മാർ നല്ലൊരു സിറ്റിംഗ് MLA-മാർ എത്ര 80 പേരല്ലേ, ബാക്കിയുണ്ടല്ലോ. അല്ല, കുറച്ചുപേരെ ഒഴിവായി. കുറെ അവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ എന്നാലും ഒരു അഡ്വാൻറ്റേജ് ഈ ഭരണപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ള ഒരു വെല്ലുവിളി UDF നേരിടുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളതൊക്കെ കവർ ചെയ്തെടുത്തില്ലേ. സത്യത്തിൽ ഞങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. അവർ പിന്നെ ഏറ്റവും അവസാനമാണ് 4 സീറ്റ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഏറ്റവും അവസാനം ഈ നേരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കോൺഗ്രസിൽ ഇത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം 2-3 ദിവസം വൈകിപ്പോയില്ല. അത് വൈകി, കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഇത്, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ 140 പ്രഖ്യാപിച്ചിട്ടും അപ്പുറത്ത് പ്രഖ്യാപിച്ച് കഴിഞ്ഞില്ല. അവർ ഒറ്റാലുവായി നടക്കുകയായിരുന്നു, ആരെങ്കിലും കിട്ടുമെന്നറിയാൻ. ഇപ്പൊ ഇവിടുന്ന് നിങ്ങളും അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതല്ല, അവർ ശ്രമിച്ചത് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ്. CPM സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടുമെന്ന് ആരും കിട്ടിയില്ല ഇത്തവണ. പിന്നെ കഴിഞ്ഞ തവണ പോയവർക്ക് ഇത്തവണ സീറ്റ് കിട്ടിയില്ലല്ലോ. കിട്ടിയോ? ഇല്ല, അതും കിട്ടിയില്ല. കോൺഗ്രസിൽ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. ഈ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഈ നിങ്ങൾ 3 നേതാക്കൾ തമ്മിലുള്ള ഒരു പങ്കുവയ്ക്കൽ ആണോ സ്ഥാനാർത്ഥി? ഒരിക്കലുമല്ല. അതിന് ഞങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്. മാത്രമല്ല ശരിയായ പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം. ഈ ജയിച്ചു വരുന്ന MLA-മാർ കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസിൽ തന്നെ അങ്ങനെ വീതം വെപ്പൊന്നും ഉണ്ടായി. അത് അറിയാൻ പാടില്ലാത്ത ആളുകൾ പറയുന്നത്. ഇപ്പം നമുക്ക് ചോയ്സസ് ഉണ്ടാവും. ഇപ്പം എനിക്കൊരു ചോയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേണുഗോപാലിനുണ്ടാവും, അല്ലെങ്കിൽ സതീശനുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളോട് ബന്ധമുള്ള ആളുകളുണ്ടാവും, അടുപ്പമുള്ള ആളുകളുണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇന്നയാളായിരിക്കും നല്ലത്, ഇന്നയാൾ മോശമാണ് എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പം അതൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ലാതെ അത് വിജയസാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലുമില്ല. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോസഫ് വാഴക്കൻ. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. KSU പ്രസിഡന്റ് ആയിരുന്നു, ദീർഘകാലം കോൺഗ്രസിന് വേണ്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, രാഷ്ട്രീയകാര്യ സമിതി അംഗം, MLA ആയിരുന്നു. പല കാരണം കഴിഞ്ഞവണ അദ്ദേഹം ആഗ്രഹിച്ച സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ലക്ഷങ്ങൾ മുടക്കി പോസ്റ്ററൊക്കെ അടിച്ചുപൊള്ളി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്. അല്ല, അപ്പോൾ അത് അങ്ങനെ പോസ്റ്റർ അടിക്കണമെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് കൃത്യമായിട്ട് ജോസഫ് വാഴക്കൻ ഞങ്ങള് പൊതുവെ അദ്ദേഹത്തെ നിർത്താനായിരുന്നു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ പല കൺസിഡറേഷൻ വരുമല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാസ്തവത്തിൽ എനിക്ക് വിഷമമുണ്ട്. അല്ല, രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത എന്ത് പറഞ്ഞ് സമാധാനിക്കാനൊന്നുമില്ല, സീറ്റ് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ജോസഫ് വാഴക്കനെ അഭിനന്ദിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം പ്രവർത്തന രംഗത്ത് സജീവമായി. അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. സീറ്റ് കിട്ടത്തില്ല എന്നുള്ളത് വീട്ടിൽ കയറി ഇരിക്കുകയല്ല, നമ്മളെ ഭീഷണിപ്പെടുത്തുകയല്ല, പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ജോസഫ് വാഴക്കൻ പിറ്റേ ദിവസം രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 100-ലധികം സീറ്റ് നേടുമെന്നാണ് എല്ലാ നേതാക്കളും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അങ്ങനെ നേടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് UDF വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത ചോദിക്കാറുണ്ട്. അതിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറില്ല. അത് ഈ അടുത്ത സമയത്താണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും
കോൺഗ്രസ് പ്രസിഡൻറ്റും കൂടി ഞങ്ങളെല്ലാവരെയും വിളിച്ചു. ഞങ്ങളോട് ചർച്ച ചെയ്തു. ഫസ്റ്റ് പ്രയോറിറ്റി സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോയിട്ടില്ല. കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ല, അല്ലാതെയുള്ള സാധാരണ ജനങ്ങൾ ഇവരിൽ ആരായിരിക്കും നേതാവാകാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കില്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, കെ കരുണാകരനുള്ളപ്പോൾ കെ കരുണാകരൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കറിയാം. എ കെ ആന്റണി ഉണ്ടെങ്കിൽ അദ്ദേഹമാണെന്ന് അറിയാം. ഇപ്പൊ 2001 അതിനുശേഷം ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ അറിയാം. 2016 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രമേശ് ചെന്നിത്തലയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അറിയാം ആളുകൾക്കല്ല. പക്ഷേ ഇപ്രാവശ്യം 3 നേതാക്കൾ നിൽക്കുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ല, കഴിഞ്ഞ തവണ അങ്ങനെ ഇല്ലായിരുന്നു. ആർക്കും ധാരണ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം മത്സരിക്കായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ലായിരുന്നു. അത് സത്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ് തീരുമാനം. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള നേതാവ്, 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. രാജീവിന് എന്നെ പറ്റിയുള്ള ഈ ധാരണയ്ക്ക് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ അതിലൊന്നും വീഴുന്ന ആളല്ല. ജനങ്ങളുടെ മുന്നിൽ എന്നെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഞാനങ്ങനെ അധികാര സ്ഥാനത്തിന് വേണ്ടിയും ആരുടെയും പിന്നാലെ നടന്ന് വേളം ഉണ്ടാക്കുന്ന ഒരാളല്ല, ഒരിക്കലും അല്ല. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ മന്ത്രിയാവായിരുന്നു. ഞാൻ മന്ത്രിയാവാതിരുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും ആത്മകഥ എഴുതുമ്പോൾ എഴുതാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ ഗവൺമെൻറ്റിനെതിരെ ഒരു അക്ഷരം ഞാൻ സംസാരിച്ചിട്ടില്ല. ആത്മകഥ എഴുതുന്നതിന്റെ കാര്യം പറഞ്ഞു. ആത്മകഥ ഇതുവരെ എഴുതുന്നതിനെ കുറിച്ച് ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈയിടെ ഒരു നോവൽ എഴുതി. സാധാരണ ഇങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇപ്പൊ ടി കെ രാമകൃഷ്ണൻ നോവൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം രമേശ് ചെന്നിത്തലയാണ് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ ഒരു നോവൽ എഴുതിയത്. നോവലിന്റെ പേര് നിയോഗം എന്നാണ്. മുഖ്യമന്ത്രി ആകാനാണ് നിയോഗമെങ്കിലോ? അത് അങ്ങനെയല്ല. ആ പുസ്തകം വായിച്ചാൽ രാജീവിന് മനസ്സിലാവും എന്താണ് നിയോഗം എന്ന് ഞാൻ പേരിടാൻ കാരണമെന്ന്. ഞാൻ ഈ നോവലിന്റെ പേര് വെച്ചാണ് ചോദിച്ചത്. കാരണം രമേശ് ചെന്നിത്തല തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്, ഈ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനാണ് UDF ജയിച്ചു വരുമ്പോൾ നിയോഗമെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നൊന്നും വേണ്ട. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്, അതൊക്കെ സത്യമാണ്. പക്ഷെ എൻ്റെ നോവലും അതുമായിട്ടൊരു ബന്ധമില്ല. ഇത് രാഷ്ട്രീയ നോവലേ അല്ലല്ലോ. അല്ലേ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2016-21 താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നു. 2021 പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊരു വിഷമം താങ്കൾ ഈയിടെ. അതൊക്കെ കഴിഞ്ഞ കാര്യം. ഇനിയിപ്പോൾ നമ്മളതിന് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രസക്തി എന്താണ്? ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കി പുതിയൊരു ഗവൺമെൻറ് വരണം. കേരള ജനത അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രയാസങ്ങൾക്ക്, ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തണം. ആ ഒരു അജണ്ടയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം 2011 വേണമെങ്കിൽ ആദ്യം മന്ത്രിയാകാമായിരുന്നു എന്ന് പറഞ്ഞു, മന്ത്രിയായില്ല. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഒരു തർക്കമുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിനൊന്നും ഞാനില്ല എന്നുള്ളതാണോ താങ്കളുടെ? അല്ല, അതൊക്കെ അത് എന്ത് വേണമെന്നുള്ള പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പരസ്യമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായപ്പെടാൻ നടത്തുന്നത് ശരിയല്ല. കാരണം പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് പാർട്ടിക്കും എനിക്കും നാടിനും ഗുണകരമല്ല. PJ കുര്യൻ താങ്കളെയും കൂടെ ഇരുത്തിക്കൊണ്ട് വേദിയിൽ പരസ്യമായി പറയുന്നു. കെ സുധാകരൻ ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അത്തരത്തിലുള്ള സ്വരങ്ങൾ പരസ്യമായി പുറത്തു വന്നു തുടങ്ങി. താങ്കളുടെ പേര് അല്ല, അവർ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. എനിക്ക് അവരോട് ഞാനൊന്നും എതിർപ്പുമില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഞാൻ പ്രചരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. എൻ്റെ ഇവിടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.